Hey guys, welcome back to my YouTube channel. It's me Nuvu. So guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് 10th ആണ്. അപ്പോൾ 9th അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ 10th സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോഴാണ് പുറത്ത് മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ടു. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് ജാസ്മിൻ സീസൺ ആയതുകൊണ്ട് കുറേ മുല്ലപ്പൂ മുട്ടകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. വേറെ തന്നെ ഒരു ഇതാണ്. പിന്നെ പുറത്ത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അമ്മ അവിടെ അടുക്കളയിൽ ചോറിന് കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചാണ് കൊണ്ടുപോകണ്ടേ, അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പയറ് മെഴുക്കുപറ്റിയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ യൂണിഫോം. വെനസ്ഡേ ആണല്ലോ, അപ്പോൾ വെനസ്ഡേ യൂണിഫോം ഇതാണ്. വെനസ്ഡേ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഓരോ ഹൗസ് വൈസാണ്, ഞാൻ പറഞ്ഞല്ലോ പയറുപ്പേരിനാണ്. പിന്നെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പം അതിന് കാലിൽ ഫുൾ അലത്തിട്ടുണ്ട്. അത് പോയിട്ടില്ല ഇതുവരെയായിട്ട്, അത് ഞാൻ വെറുതെ കാണിച്ചാണ്. പിന്നെ ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ വരുത്താറുണ്ട്. ഇത് തീർത്തൂസ് വരച്ചാണ്, എൻ്റെ സിസ്റ്റർ വരച്ചതാണ്. കഥകളി, പിന്നെ കഥകളി പ്ലസ് തെയ്യം. നല്ല രസമാണ് കേട്ടോ കാണാൻ. അത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നതുകൊണ്ട്. പിന്നെ ബാഗൊക്കെ സെയിം 9th ബാഗ് തന്നെയാണ്, കാരണം അതിന് വലിയ ഇതൊന്നും പറ്റിയിട്ടില്ല, കേടൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു തന്നെ എടുക്കാമെന്ന്. പിന്നെ ഒരു റഫ് വയ്ക്കുന്നുണ്ട് വെറുതെ, നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ടൈം ടേബിളൊക്കെ കിട്ടുക, അതുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ ടൈം ഏകദേശം എത്രയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ വെച്ചാണ്. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ 2 സൈഡും ഇങ്ങനെ അഴിച്ചിട്ടാണ് പോവാം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ മെടഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു, അതപ്പോൾ ഒരു കുറച്ചുകൂടി രസം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ലഞ്ചിനാണ് കേട്ടോ, പയറുപ്പേരിയും ചോറും. അപ്പോൾ വെള്ളമൊക്കെ സെറ്റായിട്ടും ഇന്ന് അങ്ങനെ ഭാരമൊന്നുമില്ല. പക്ഷേ വീട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഭാരം ഉണ്ടായിരുന്നു. നമുക്ക് ബുക്സൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടി. ഇപ്പോൾ ചന്ദനൊക്കെ ഇട്ട് ഇതായി ഞാൻ പറയാം, മെടഞ്ഞിട്ടാണ് ഞാൻ പോണത്, അതുകൊണ്ടാണ് കാണിച്ചത് കേട്ടോ. പിന്നെ അവിടെ ഇത് സൺ ഇങ്ങനെ നിൽക്കണേ, അപ്പോൾ സൺ കിസ് പോലെ ഉണ്ട്, അടിപൊളിയുണ്ട്. അപ്പോൾ ഞാൻ സോക്സും അധികം ഒന്നും ഇടാറില്ല, പിന്നെ ഞാൻ വിചാരിച്ചു ഇടാന്ന്. പിന്നെ ഗൈസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭാരം കൂടിയിട്ടുണ്ട്. കുറച്ച് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് ബുക്ക് മേടിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ബുക്ക് അച്ഛനും കൊണ്ടുപോയി, കുറച്ച് ബുക്ക് ഞാനും കൊണ്ടുപോയി. ഗൈസ് അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയായിരുന്നു, കാരണം 10th ബിയിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ സെയിം ക്ലാസ് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയാണ് ഒരു ഇതാണ്. പിന്നെ ഇനി ഈ ഒരു വർഷം ഫുള്ള് 10th പഠിപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ കുറയും, കുഴപ്പമില്ല, ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും. പിന്നെ ഇത്രയും ദിവസം വീട്ടിലിരുന്നാൽ ഞാൻ അങ്ങനെ സ്കിൻ കെയർ കാര്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറ വെച്ചതിന് കുറേ മഞ്ഞൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഇടയ്ക്കെടുത്ത് തേക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മുകളിൽ വെറുതെ വ്യൂസൊക്കെ കാണിക്കാൻ വന്നതാണ്. പിന്നെ അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി. പിന്നെ വീണ്ടും നമ്മുടെ നേച്ചറായിട്ട് നമ്മളൊന്ന് ഇതാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചാൽ. ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമാവുന്നില്ല. ഓക്കെ, പക്ഷേ കുറച്ച് മഴക്കാലം വെയിലൊക്കെ ഉള്ള അടിപൊളിയാണ് കേട്ടോ. പിന്നെ അമ്മയുടെ തയ്ക്കാൻ വരുന്ന ചേച്ചിൻ്റെ ചേച്ചിയുടെ മോൻ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ മിഠായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പിസ്തയും ഇതൊക്കെ. പിന്നെ ഗൈസ് ഞാൻ ലൈമൊക്കെ ഉണ്ടാക്കി കുടിച്ചു വിട്ടാം. പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. ഇനി ടൈം ടേബിൾ ഒതുക്കി വയ്ക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഞാൻ വെക്കേഷനിൽ ഇരുന്ന് വരച്ച ഒരു ആനിമേ ക്യാരക്ടേഴ്സാണ്. എനിക്ക് ആരാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈം ടേബിളൊക്കെ ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ഡേ എൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെയിറ്റ് ഗൈസ്, ഇനി ഫുൾ വെയിറ്റിലായിരിക്കും പോവേണ്ടത്. ഭയങ്കര ഭാരമുണ്ട് കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ വന്നാൽ അതിനായിട്ടും ഉണ്ടായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ടൈം ടേബിളൊക്കെ എടുത്ത് വയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തായാലും മ്യൂസിക് കേൾക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ ടൈം ടേബിളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷനിൽ ടെക്സ്റ്റ്, ഒരു സെക്ഷനിൽ നോട്ടും, കാരണം എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാഗ് കയറും കേട്ടോ. പിന്നെ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി ഇത്ര ബുക്സാണ് വരുന്നുള്ളൂ. പിന്നെ എല്ലാത്തിനും നല്ല ഭാരമുണ്ട്, നല്ല കട്ടിയുള്ള ബുക്സാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്സ് ആട്ടോ. മാത്സിൻ്റെ ഇങ്ങനത്തെ 4 ബുക്കുണ്ട്, കാരണം പെട്ടെന്ന് കഴിഞ്ഞാൽ എടുക്കാമല്ലോ.
അപ്പോൾ ബാഗൊക്കെ ഞാൻ ഇനി കൊണ്ടുവയ്ക്കട്ടെ. അപ്പോൾ ഗൈസ് ഇനി വീണ്ടും നേച്ചർ അല്ല നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. സോ ബൈ.